Hi friends, welcome back to Colors Malayalam Stitching. ഇന്ന് ഈ ഒരു ടോപ്പിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. ഈ ഒരു ടോപ്പ് നമ്മൾ നൈറ്റി മെറ്റീരിയലിൽ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നൈറ്റി മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ഒരുപാട് നല്ല നല്ല ടോപ്സും അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കുർത്തീസും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. അപ്പോൾ തുണിയെ ഞാൻ ഇതുപോലെ നീളത്തിൽ രണ്ടായി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാനൊരു 47 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിതിൻ്റെ ബാക്ക് പാർട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നെക്ക് ഞാനിവിടെ ഒരു 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ ഷോൾഡർ ഒന്ന് ഒരു 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആം ഹോളും അതുപോലെ 8 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാക്ക് നെക്കിൻ്റെ ലെങ്ത് ഒരു 3 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഈ ഒരു നെക്കും അതുപോലെ തന്നെ ആം ഹോളും ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. ഇതിന് ചെസ്റ്റ് ഒരു 12.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആം ഹോളും ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം ഷോൾഡറിൽ നിന്നും ഒരു 14 ഇഞ്ചിലേക്കും അതുപോലെ 21 ഇഞ്ചിലേക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം 14 ഇഞ്ചിൽ നിന്നും നമുക്ക് വേസ്റ്റ് ഇതുപോലെ 11.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ 21 ഇഞ്ചിൽ നിന്നും ഒരു ഹിപ്പ് സൈസ് ഒരു 12.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ബോട്ടം നമുക്ക് എത്രയാണോ വിട്ട് കിട്ടുന്നത് അത് നമുക്കിതുപോലെ ഒന്ന് മുഴുവനായിട്ട് മാർക്ക് ചെയ്തിട്ടെടുക്കാം. നമുക്കൊരു 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ നിന്നൊന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് 47 ഇഞ്ചിൽ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നീളത്തിൽ തന്നെ തുണി മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിൻ്റെ മുകൾ ഭാഗത്തായി ബാക്ക് പാർട്ട് ഇതുപോലെ ഫ്രണ്ടിൽ എത്ര ഭാഗം നമുക്ക് വിട്ട് കിട്ടുന്നുണ്ടോ അത്രയും നമുക്ക് ഒഴിച്ച് വിട്ടിട്ട് ബാക്കി നമുക്ക് ബാക്ക് പാർട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത എല്ലാ വശവും ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് വരച്ചെടുക്കുക. നെക്കിൻ്റെ വിഡ്ത്ത് 3 അടയാളപ്പെടുത്തി. അതുപോലെ തന്നെ ഞാൻ ഫ്രണ്ട് നെക്ക് ഇവിടെ 5 ഇഞ്ചാണ് കൊടുക്കുന്നത്. 5 ഇഞ്ചിൽ നമുക്ക് ഇതുപോലെ ഒന്ന് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതിനൊരു ബോക്സ് ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് നെക്കിൻ്റെ ഷേപ്പ് അതിൽ വരച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ നെക്കിന് ഷേപ്പ് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്നും ഇവിടെ നമ്മൾ 5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് 5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് നീട്ടി വരച്ചു കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. ഇവിടെ നിന്നും കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് നമുക്ക് ഇതുപോലെ നെക്ക് കട്ട് ചെയ്തിട്ടെടുത്തിട്ട് ബാക്കിയുള്ള ഭാഗവും അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പം നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഈ ഒരു സെൻറ്ററിൽ പിടിച്ചിട്ട് ഇവിടെ ഒന്ന് ഒരു ചെറിയൊരു കട്ട് ചെയ്തിട്ട് അതൊന്ന് മാർക്ക് ചെയ്യാം. നമുക്കിതിനെ ഒന്ന് ഇതുപോലെ നിവർത്തി വെച്ച് കൊടുക്കാം. നമ്മളിതിന് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു വശത്തു നിന്നും ഇതുപോലെ ഇങ്ങോട്ടേക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കുക.
എന്നിട്ട് രണ്ടാമത്തെ ഫ്രില്ല് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുക. അതുപോലെ അതിൻ്റെ സെൻട്രൽ വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രില്ല് ചെയ്ത് കൊണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഇതുപോലെ ഇങ്ങോട്ടേക്ക് ഫ്രില്ല് വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് നമുക്കിതിന് ഫ്രില്ല് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ നമുക്കിതിൻ്റെ നെക്കിന് ഫ്രില്ല് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ കൈ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. കൈ നമ്മൾ എലാസ്റ്റിക് വെച്ചിട്ടുള്ള കൈയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഒരു 17 ഇഞ്ചാണ്. അതുപോലെ വിഡ്ത്ത് ഇതൊരു 10 ഇഞ്ചിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 10 ഇഞ്ചിൽ നിന്നും ഒരു 3.5 ഇഞ്ച് താഴോട്ടേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്കൊന്ന് കൈ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് താഴെ വിഡ്ത്ത് ആ ഒരു 10 ഇഞ്ചിൽ തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ എലാസ്റ്റിക് ആണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതിനൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ കൈക്ക് എലാസ്റ്റിക് ആണ് വെച്ച് കൊടുക്കുന്നത്. കൈൻ്റെ അറ്റം ഒന്ന് മടക്കി അടിച്ച് കൊടുത്തിട്ട് എലാസ്റ്റിക് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതുപോലെ രണ്ട് കൈയും നമുക്ക് ഇലാസ്റ്റിക് വെച്ചിട്ടെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് നെക്ക് ഒന്ന് ചെയ്തിട്ടെടുക്കാം. ഫ്രണ്ടിൽ ഫ്രില്ല് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഫ്രില്ലിട്ട് തുടങ്ങാം. സെൻറ്ററിൽ നിന്നും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമായിട്ട് നമുക്കിതുപോലെ ആദ്യം ഒന്ന് ഫ്രില്ല് നമുക്ക് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് വെച്ച് നോക്കുക. അപ്പോൾ ഫ്രില്ല് എടുക്കുമ്പോൾ എല്ലാ ഫ്രില്ലും ഒരേ അളവിൽ വരാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഇഞ്ച് ലെങ്ത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഫ്രില്ല് ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ചാൽ മതിയാകും. ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്നും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആയിട്ട് നമുക്കിതിന് ഫ്രില്ല് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു നെക്ക് വിഡ്ത്ത് നമ്മൾ 3ലാണ് കട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരു 6 ഇഞ്ച് കിട്ടുന്ന രീതിയിൽ 6 ഇഞ്ച് കിട്ടുന്നവരെ നമുക്കിതൊന്ന് ഫ്രില്ല് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്രില്ല് മാത്രം ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ നെക്ക് വിഡ്ത്ത് ഇപ്പോൾ 6 ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടെടുത്തിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. അപ്പോൾ ക്രോസ് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ സ്റ്റിച്ചിന് തട്ടാണ്ട് എല്ലാ വശത്തുമായിട്ട് കട്ടിങ് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം ബാക്ക് നെക്കിലും ഞാനൊരു ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നല്ല വശം ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് ഇതിലൂടെ കൊടുത്തിട്ട് ഈ ബാക്ക് നെക്കൊന്ന് ഈ ഒരു വശമെത്തുമ്പോൾ ബാക്ക് നെക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും അതുപോലെ തന്നെ കൈയും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഷേപ്പ് ഒന്ന് അളവിനനുസരിച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പാർട്ടിലാണ് ഞാൻ ഷേപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്ക് പാർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ കൈ മുതൽ താഴോട്ടേക്ക് നമുക്ക് നമ്മുടെ ഷേപ്പിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ബാക്ക് പാർട്ടിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് പാർട്ട് നമുക്ക് മുഴുവനായിട്ട് ഉള്ളിലേക്കാക്കി വെച്ച് കൊടുത്തിട്ട് ബാക്ക് പാർട്ടിന് കണക്കായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ടോപ്പാണ് നമ്മൾ നൈറ്റി മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.